ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ ഈ സെറ്റിൻ്റെ വർക്ക് തീർന്നു. നമുക്ക് നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി സമയം കൂടുതൽ വരുന്നതുകൊണ്ടാണ് ഇച്ചിരി താമസം വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും വളരെ നന്ദി. നമ്മുടെ ചാനലും തുടർന്ന് കാണുക. ഇനി ഒത്തിരി സെറ്റുകൾ പല വെറൈറ്റി നമ്മുടെ ചെയ്യാനുണ്ട്. അതിലാണ് ഓരോ ദിവസവും ഓരോ വീഡിയോസ് നമ്മൾ ഇട്ട് തരാം. ഇത് ഇച്ചിരി താമസമായതാണ് ഈ സെറ്റ്. അതുപോലെ എലിയെല്ലാം കയറി കട്ട് ചെയ്യാൻ വേറെ പലരും പണിയാനൊക്കെ ശ്രമിച്ചതായിരുന്നു. പക്ഷേ ഇത്ര ഭംഗിയായിട്ട് ഇത്രയും ക്ലിയറായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നമ്മൾ പച്ച വഴി പോസിറ്റീവ് കൊടുത്തു. അതിനെ നമ്മൾ ചൂടാക്കുന്നു. ഓക്കെ. ഇനി മഞ്ഞ വഴി നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നു. നമ്മൾ ഏത് കളറൊന്നും ഇല്ലല്ലോ, അത് ഞാൻ മഞ്ഞ നെഗറ്റീവായിട്ടും കൊടുത്തു. പച്ച നെഗറ്റീവ് കൊടുക്കുന്നു, മഞ്ഞ നെഗറ്റീവ് കൊടുക്കുന്നു, എല്ലാം ഒരുപോലെ അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മുടെ സപ്ലൈയുടെ പരിപാടി കഴിഞ്ഞു. ഞാനിത് ഇത്രയും ശ്രദ്ധിച്ച് ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ, എനിക്ക് ഇത് പുതിയ വയറുകൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ വയറുകൾ എപ്പോഴും ഒരു വലിയ വിഷയമാണ്. ഈ വയറ് ഒരു കറുത്ത വയറല്ലേ, ഒരു കറുത്ത റിബണില്ലേ വലുത്, അതുകൂടെ കുറച്ചുകൂടെ കണ്ടിച്ചിട്ടാൽ ആ റിബൺ ഒരു 3-4 കണ്ടിച്ചിട്ടാൽ. അപ്പോൾ നമ്മൾ പൊളാറ്റി തിരിയാതിരിക്കാൻ വേണ്ടി ചുവപ്പ് പച്ചയിലും മഞ്ഞയിലും കൊടുക്കുന്നു. അത്രേ ഉള്ള സംഭവം. പച്ച ഇതിപ്പം ശരിക്കും ഒരു പുതിയ സാധനം അസംബിൾ ചെയ്യുന്ന അതേ ഇതുണ്ട്. ആ പെട്ടിയൊക്കെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. പുതിയതായിട്ട് നമ്മളൊരു നല്ല സ്പീക്കർ വരെ കുടശീല കൊണ്ടുവന്ന സെറ്റായത്, കുടശീല വിറ്റ്. ആ കസ്റ്റമറുടെ ക്വാളിറ്റി കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അത്ര നല്ല പിള്ളേരാണ്. അവർക്കത് ഒന്ന് ചെയ്തു തരാമെന്ന് ചോദിച്ച് അവരെന്നെ പ്രതീക്ഷിച്ച് വന്നതാണ്. നമ്മളൊരാളൊരു വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വിശ്വാസം കളയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന, നമുക്കിത് ഒത്തിരി പണികളുള്ളപ്പോൾ ഇതും കൊണ്ട് ഇരുന്നാൽ നോക്കില്ല. ഇത് ഒത്തിരി നാളായി, അവരൊട്ടും ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കുവാണ്, ശ്രദ്ധിച്ചോളൂ. നമ്മൾ മഞ്ഞ നെഗറ്റീവും പച്ച പോസിറ്റീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു വലിയ വിഷയമൊന്നുമല്ല. ഏത് കളർ വേണേലും കൊടുക്കാം. അവനെ നമുക്ക് ഒന്ന് ചൂടാക്കി സ്ലീവ് ചെയ്ത് വിട്ടേക്കാം. പിന്നെ ഇവനെ അനങ്ങത്തില്ല. സ്ലീവ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ടൈറ്റാവുക. അപ്പോൾ ആ സംഗതി കൊടുത്തത് ഓക്കെ ആണോ, വർക്ക് ചെയ്യുമോ എന്ന് നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. 5 വോൾട്ടാണ്. സംഗതി ഓക്കെ, വർക്കിങ്ങാണ്. അപ്പോൾ പിന്നെ റെഗുലേറ്ററിൻ്റെ ഭാഗമാണ്. നമ്മളിതൊരു പിന്നെ ഒരു ക്ലാവ് പിടിക്കാതിരിക്കാനും ഒക്കെ നല്ല വിലയുള്ളതാണ്. ഇത് അറിയാമല്ലോ, മേടിക്കുന്നവർക്ക് അറിയാമല്ലോ. നമ്മളൊരു വർക്ക് ചെയ്താൽ കുറച്ച് കാലമെങ്കിലും അത് ഓടണം. വഴി വെച്ച് ഒരാൾ കാണുമ്പോൾ നിങ്ങളൊന്ന് ചെയ്തു തന്ന സാധനം കൊള്ളായിരുന്നു പറയണം. അതെനിക്ക് നിർബന്ധമാണ്. അത് ഞാൻ ആ സപ്ലൈയുടെ ഇവിടെ വന്ന് കയറിയ ഭാഗം കൂടെ 2 പേരും കൂടി ഒന്ന് ചൂടാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ക്ലിയറായി. അതുകൊണ്ട് അപ്പോൾ സപ്ലൈ ഓക്കെയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതാണ്. അത് തന്നെയാണ്, അതിനകത്തൂടെ കയറി ഇറങ്ങി വേണം വരാൻ. എന്നാലും നമുക്ക് പാടിച്ചിട്ട് ഒന്ന് കയറ്റി ഇറക്കാം. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമുക്ക് ചുമല ലെഫ്റ്റും മറ്റേത് റൈറ്റുമാണ്.
ഇതിപ്പോൾ നമ്മുടെ സ്പീക്കർ നോക്കുമ്പോൾ ഇത് ഏത് സൈഡ് സ്പീക്കറാണ്? ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് ഇത് ഏത് സ്പീക്കറാണ്. റൈറ്റ് ഔട്ട്പുട്ടാണ്. അപ്പോൾ പുറത്തേക്ക് കൊടുക്കുന്ന സ്പീക്കർ, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്പീക്കർ ഏതാണേലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും കൊടുക്കാം. നമുക്കത് എൻ്റെ ഔട്ട്പുട്ട് വേണം ഇതിൽ കൊടുക്കാൻ. അപ്പോൾ റൈറ്റ് തന്നെ കൊടുക്കാം. ഓഡിയോ ഇന്ന് ഇവിടെ ഓഡിയോ ഇന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരും. അപ്പോൾ ഒരു ഇച്ചിരി ഷീൽഡ് കൂടെ എടുത്ത് ഷീൽഡ് തന്നെ കൊടുത്തേക്കാം മൊത്തത്തിൽ. അതിനകത്ത് ഇതൊന്നും കാണിക്കണ്ട, ഒരിത്ര മതിയായിരിക്കും, ഒത്തിരി ആയാലും കാര്യമില്ല. ഇതിപ്പോൾ നമ്മളിവിടുന്ന് ഊരിയാലും അതായത് ഇവിടെ ഫിറ്റ് ചെയ്താലും അവിടെ ഊരി പിന്നായതുകൊണ്ട് നമുക്കത് പ്രശ്നമല്ല കൊടുക്കാൻ. അപ്പോൾ നമുക്കിത് ഇതിപ്പോൾ ഷീൽഡ് അറിയാമല്ലോ. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് കൊടുക്കാമെന്ന് വിചാരിക്കാം. ഇത് ലെഫ്റ്റിലേക്കും കൊടുക്കാം, ഇന്നർ. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇതിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ വേണ്ട, ഇത് എർത്തിനെ നമ്മൾ രണ്ടും കൂടെ ഒന്നിപ്പിക്കുക. റൈറ്റ് സൈഡിൽ ഒന്നിപ്പിച്ച് നമ്മൾ ഇച്ചിരി ലെഡ് ഇടുക. ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് എന്ന് പറഞ്ഞ ലൈന് എടുത്തു. അത് നമ്മുടെ ഷീൽഡ് തന്നെയാണ്, നെഗറ്റീവ് വോൾട്ടേജ് വരുന്ന ഷീൽഡാണ്. ഇനിയിപ്പോൾ ചുമലയാണല്ലോ റൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങോട്ടിനി റൈറ്റ് വേണ്ട. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു ഇതിങ്ങനെ രണ്ടെണ്ണം അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമാകരുതെന്ന്. അപ്പോൾ വരുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് നോക്കണം. ഇത് വരുന്ന ലൈൻ, ഈ വരുന്ന ലൈനിൻ്റെ പോസിറ്റീവ് ഇത് റൈറ്റ് സൈഡ് റെഡ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോറി, ലെഫ്റ്റ് സൈഡാണ് റെഡ്. എവിടെയാണ് റെഡ് നോക്കട്ടെ, ഇപ്പോൾ നോക്കാം, ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം. ഇവിടെ വരുന്നു, ഇവിടെ ലെഫ്റ്റ് ചാനലാണ് റെഡ്. അപ്പോൾ നമുക്ക് ഈ സ്പീക്കറിൽ ഔട്ട് എന്ന് പറയുന്നത് ഇത് റൈറ്റ് ഔട്ടാണ്. അപ്പം ലെഫ്റ്റ് ചാനൽ ചുമല വരുമ്പോൾ, ലെഫ്റ്റ് ചാനൽ റെഡ് വരുമ്പോൾ നമുക്ക് ഇതിൽ കൊടുക്കാം. ലെഫ്റ്റ് ചാനൽ വരുന്ന വയറ് നമുക്ക് ഇതിൽ കൊടുക്കാം. അതായത് വൈറ്റ്, വരുന്ന വൈറ്റ്, പോകുന്ന വൈറ്റ് അല്ല, വരുന്ന വൈറ്റ്. ഇത് വരുന്ന വൈറ്റ് ഇതാണ്, വരുന്ന വൈറ്റ്. അപ്പം ഈ വരുന്ന വൈറ്റും എർത്തും കൂടെ കൊടുത്താൽ മതി. ഇവിടെ ശരിക്കും ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഇതുണ്ട്. പിന്നെയുള്ള റെഡാണ്. ഈ റെഡിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ 2 വയറുണ്ട്. ഈ 2 വയറ് ഇവിടെ ഒന്നിപ്പിച്ചെന്ന് പറഞ്ഞ് മോണോ ആകേല. അങ്ങനെ ഒരു സംശയം എൻ്റെ ഒരാൾ ചോദിച്ചായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഞാനത് 2 വയറുള്ളതുകൊണ്ട്, സ്റ്റീരിയോ കേബിൾ ആയതുകൊണ്ട് അതിന് ഇച്ചിരി കൂടെ ഗേജ് അവിടെ കിട്ടിക്കോട്ടെന്ന് ഓർത്ത് 2 പേരെ ഒന്നിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഒരിക്കലും മോണോ ആകുന്നില്ല. ഇതിപ്പം 2 വയറ് ഒന്നായിട്ട് കൂട്ടിയാൽ മതി. ഈ 2 വയറിനെ ഒന്നായിട്ട് കൂട്ടിയിട്ട് വീണ്ടും ഈ വരുന്നതിനെ ഒന്നിപ്പിച്ചപ്പോൾ സംഭവം കഴിഞ്ഞു. പക്ഷേ അത് മോണോ ആകുന്നില്ല. അത് ഒരു ചാനൽ തന്നെ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഒരു ചാനലിന് ഞാൻ 2 വയർ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വയർ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് ഞാൻ കട്ട് ചെയ്ത് കളയാതെ ആ വയറിനെയും കൂടെ ഞാൻ യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു സംഭവമില്ല. അതാണ് ആ കൊച്ചിന് മനസ്സിലായോ? ഞാനത് മനസ്സിലായി കാണുമെന്നത് ഞാൻ പ്രത്യേകിച്ച് എടുത്തൊന്നും പറയാതെ. ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതായതുകൊണ്ട് ആ വയറ് തന്നെ നമ്മൾ യൂസ് ചെയ്തു. ഞാൻ ഇങ്ങോട്ട് വിട്ടിരിക്കുന്ന റെഡ് മാത്രമേ വിട്ടിട്ടുള്ളൂ. പക്ഷേ ആ വിട്ട റെഡിന് ഇവിടെ വരുമ്പോൾ വെള്ളയും ആ റെഡ് തന്നെയാണ്. അവിടെ ഞാൻ പാരൽ ചെയ്തുകൊണ്ട് മനസ്സിലായി കാണുമല്ലോ. പാരലെന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ. അതേ ലൈനിനെ തന്നെ ഒരേപോലെ കൊടുക്കുന്നതിനാണ് പാരൽ ചെയ്യാന്ന് പറയുന്നത്. അതിന് സീരിയൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ആ റെഡിനും വൈറ്റിനും ഞാൻ അവിടെ ലൈൻ കൊടുത്തു. പക്ഷേ അത് ഒരു ചാനലേ ഉള്ളൂ. അത് സ്റ്റീരിയോ അല്ല. സ്റ്റീരിയോ ആയിട്ട് അവിടെ എടുത്തിട്ടില്ല. ഒരു ചാനലിന് 2 വയർ ഉള്ളത് കൊണ്ട്
ആ ഒരു വയറും കൂടെ ഞാൻ കളയാതെ യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സാംസങ്ങിന് ഞാൻ ചെയ്തത്. പക്ഷേ എന്നോട് ചോദിച്ചു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മോണോ ആയാലെന്ന്. അത് ശ്രദ്ധിച്ച് കാണാനായിട്ടാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കണ്ടാൽ, ഇപ്പോൾ ഈ എക്സ്പ്ലനേഷനിലൂടെ കേട്ടാൽ ആ വീഡിയോ ഒന്നുകൂടെ നിങ്ങൾ കാണണം. കണ്ടിട്ട് ഞാൻ എന്നാ ചെയ്തതെന്ന് കറക്റ്റ് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങളുള്ളവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അടിസ്ഥാനം വേണം. ഇലക്ട്രോണിക്സിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ സാധനം വേണം. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ പഠിക്കണം. അത് ജന്മന വളർന്ന് നമ്മൾ വർഷങ്ങളുടെ നമ്മുടെ ഇതുകൊണ്ടും പിന്നെ നമുക്കുള്ള ഒരു ജന്മന ഉള്ള ഒരു വാസനയും കൊണ്ടുണ്ടാകുന്നതാണ് ഈ അടിസ്ഥാനമൊക്കെ. പിന്നെ ഈ പ്രോഡക്റ്റ് ഇതിനെ നമ്മൾ സ്നേഹിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ ഈ അടിസ്ഥാനമുള്ളവർക്ക് ഇത് ചെയ്യുന്നത് എന്നാന്ന് പെട്ടെന്ന് മനസ്സിലായിട്ട് കാണും. അപ്പോൾ എന്നാണേലും ആ സംശയം സൂപ്പർ സംശയമാണ്. ആ സംശയം ആരാണ് ചോദിച്ചെങ്കിലും ആ സംശയം ചോദിച്ച ആൾക്ക് ഇലക്ട്രോണിക്സ് നല്ലൊരു ഭാവിയുണ്ട്. അയാൾ മിടുക്കനാവും. കാരണം സംശയം ഉണ്ടാകുന്നവനെ വളർച്ച ഉണ്ടാവുള്ളൂ. സംശയം ഇല്ലാത്തവന് വളർച്ച ഉണ്ടാവത്തില്ല. കാരണം അത്ര അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടായാലല്ലേ സംശയം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ച ആൾ ആരാണേലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ ഭാവിയിൽ മിടുക്കനായി മാറും. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നോടത് ചോദിച്ച ചോദ്യം ആർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്. അത് വളരെ നല്ലൊരു ചോദ്യമായിരുന്നു. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലിയറാക്കി തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഫോണൊന്ന് എടുത്ത് ഇവിടെ നമ്മൾ ഓഡിയോ ഇന്ന് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഈ ഓഡിയോ ഇന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ആ 2 വയർ ഒന്നിപ്പിച്ചതിൻ്റെ ഗുണം. കാരണം നല്ല ഇരട്ടി ഗേജായി. നമുക്കിവിടെ മുറുക്കാനും ഒക്കെ നല്ല സൗകര്യമാണ്. ഇതുണ്ടോ, നെഗറ്റീവ് ഓഡിയോ ഇന്ന് അതിൽ ഞാൻ മുറുക്കി. സ്ലീവിന് പിന്നെ ഷീൽഡിന് പിന്നെ അറിയാമല്ലോ, ഷീൽഡിന് പിന്നെ കനമുള്ളതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. എന്നാലും അതിൻ്റെ അറ്റമൊക്കെ ഇച്ചിരി വൾഗറായിട്ടിരിക്കുന്നത് നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് നെഗറ്റീവ് ഇതിനകത്ത് കടത്താൻ പോവാണ്. അപ്പോൾ അതും നല്ലതായി. ഇച്ചിരി കുഴപ്പം വരാത്ത ഇച്ചിരി ഗ്ലൂ ഇട്ടേക്കാം. ഇനി സ്പീക്കർ ഔട്ടാണ്. സ്പീക്കർ ഔട്ട് തക്കാലം നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഈ വയറ് മാറണം. തീരെ ഗേജില്ലാത്ത വയറാണ്. ഇവിടെ ഗേജുള്ള വയറിടണം. തക്കാലം നമുക്ക് ഈ വയറെ തന്നെ കൊടുത്തു നോക്കാം. സ്പീക്കർ വർക്കിംഗ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനാണ്. അയ്യോ, എന്നാ ഒരു വയറ്.
പിന്നെടുത്തുള്ള കാര്യം ഈ ട്രാൻസ്ഫോമർ ഇത്രയും വലിപ്പം ഉണ്ടെങ്കിലും ഒരു പ്രയോജനമില്ല, തീരെ ആംബിയറില്ല. 2 ആംബിയറൊക്കെ കിട്ടുന്നുള്ളൂ. വോൾട്ടേജ് കണ്ടമാനം കൊണ്ടേ വെച്ചിരിക്കുന്നുള്ളൂ, ആംബിയറില്ല. നമ്മുടെ ഡി ക്ലാസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് പവർഫുൾ സാധനമാണ്, ഇതിന് നല്ല ആംബിയർ വേണം. ആംബിയർ കൊടുത്താൽ അത് ഇടിച്ച് തകർക്കുക. നമ്മൾ ഇത്ര മുടക്കിയിട്ട് ഒരു പവർ സപ്ലൈക്ക് വേണ്ടി ബാക്കി മെനക്കെട്ടിട്ട് കാര്യമില്ലല്ലോ. നല്ലൊരു പവർ സപ്ലൈയും കൂടെ കൊടുത്താൽ അടിപൊളി സാധനമാവും. അപ്പോൾ ഞാനിത് കണ്ടോ 24 വോൾട്ട് വെറും 5 ആംബിയർ കൊടുക്കുവാണേ. മുമ്പേ നമ്മൾ പാടിയപ്പോൾ നിങ്ങൾ കേട്ടായിരുന്നല്ലോ, കാര്യം ഇപ്പോൾ വളരെ വിക്കലും തേങ്ങലും വിട്ടുവിട്ട് പോകുന്ന സ്വഭാവമായിരുന്നു 2 ആംപ്ലിഫയർ കൂടെ വെച്ചപ്പോൾ. ഇതിപ്പോൾ 2 ആംപ്ലിഫയർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്ത് പെൻഡ്രൈവ് കുത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഉണ്ട്. ഇത് ഔട്ട്പുട്ടിന് വേണ്ടി ഞാനിവിടെ ഒരു പിന്ന് പിടിപ്പിച്ച് കൊടുക്കാൻ പോവാം. വയറ് ഞാൻ മാറും, എന്നാലും പോസിറ്റീവ് വരെയില്ല. നമ്മൾ സൂപ്പർ ഗേജുള്ള ഇത് എടുക്കുവാണ്. അതിൽ കറുത്ത വരെയുള്ളത് ഇവിടെ ഇവിടെ വാ. കറുത്ത വരെയുള്ളത് നമ്മൾ നെഗറ്റീവ്, അതായത് ചുവപ്പില്ലാത്ത വയർ, വെള്ള വയറാണ് നെഗറ്റീവ്. ഇനി ചുവപ്പത് പോസിറ്റീവ്, അതേ നമ്മൾ വരയില്ലാത്ത വയർ കൊടുക്കുന്നു. അതായത് സെൻറ്റർ എന്ന് പറഞ്ഞ സംഭവം. ഇവിടെ എനിക്കിത് ഇല്ലാത്ത എനിക്ക് ക്ലിയർ, അടുത്ത് ചെയ്യുമ്പോൾ മാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, നമ്മളുകൾ വലിച്ചു നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചുമലേക്ക് കവറിട്ടു, നെഗറ്റീവിനും കവറിട്ടു. അപ്പോൾ നമുക്കിത് നമ്മൾ അടിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ കവർ അങ്ങോട്ട് കയറ്റുകയാണ്. രണ്ടുപേരുടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കയറാൻ ഇച്ചിരി മടുപ്പാണ്, ഇച്ചിരി വലുത് വേണം. കറക്റ്റ് നമ്മൾ ചെയ്തതിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ ഒരു സ്ലീവ് കൂടെ അടിക്കുകയാണ്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഓക്കെ, അപ്പോൾ അത് കണ്ടല്ലോ. നീ അതിൻ്റെ ഗേജ് കൂടെ കണ്ടോളൂ, ആ പിന്നോട് തന്നോളൂ. കട്ട് ചെയ്തു. നല്ല ഗേജുള്ള വയറിട്ട് നമ്മൾ ഇത്രയും ഗേജ് ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മളൊരു പിന്നിലേക്ക് അത് പിടിപ്പിക്കാൻ പോകാം. പിന്നെന്ത് കൊണ്ടുവന്ന് നീ കൊണ്ടുവന്ന് ഓക്കെ. അതിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, സെൻറ്റർ എപ്പോഴും പോസിറ്റീവായിരിക്കും. ഞാനിവിടെ ഇരുന്ന് ചെയ്യാം. അപ്പോൾ ഇത് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് നീ കാണിച്ചു.
ഫിൽറ്റർ വെച്ചുകൊണ്ട് ചാകാതെ കിടക്കുന്നു ഉള്ളൂ. അപ്പം ഇതിനകത്തിപ്പോൾ നമ്മൾ വരയുള്ള നെഗറ്റീവും വരയില്ലാത്ത പോസിറ്റീവാണ്. പോസിറ്റീവിനെ നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുവരണം. ഫ്രണ്ടിൽ കൊണ്ടുവന്നാലേ നമുക്കത് ഫ്രണ്ടിൽ സോൾവ് ചെയ്യണം. വയറിനെ നമ്മൾ കണ്ടോ ഫ്രണ്ടിൽ കൊണ്ടുവരും. ഇച്ചിരി ഇൻസുലേഷൻ കളയണം. ഓക്കെ, ഇതൊക്കെ ആർക്കെങ്കിലും അറിയാമോ ഇതേലെങ്ങനെ പിടിപ്പിക്കുന്നു? ഇതുണ്ടോ, ഇതേലിപ്പോൾ ഫ്രണ്ടിൽ വരണം. അത് ഫ്രണ്ടിൽ വന്നാലേ ഒരു പിടുത്തം. വേണ്ട, ഫ്രണ്ടിൽ വന്ന് കണ്ടല്ലോ. ആ ഇത് ഫ്രണ്ടിൽ വന്ന് കഴിയുമ്പോൾ ചില ഫ്ലെക്സ് ഇട്ട് നല്ല കുട്ടപ്പനായിട്ട് അങ്ങ് പിടിപ്പിച്ചാൽ പിന്നെ അവൻ പുറത്ത് പോകല. അത് ഫ്രണ്ടിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് അത്ര ഇൻസുലേഷൻ നമ്മൾ കളഞ്ഞത്. അപ്പോൾ അതിനകത്തോട്ട് നല്ലപോലെ ലഡ് അങ്ങ് പിടിച്ചിറങ്ങും. ക്യാമറ കാണാം. പോകട്ടെ, നല്ലപോലെ ലഡ് ഇട്ടോ, അകത്തോട്ട് പോയിക്കോളൂ. ഓക്കെ. അപ്പോൾ ഇനി ഒരിക്കലും പറഞ്ഞു പോകാത്ത രീതിയിൽ അതകത്തേക്ക് പിടിച്ചു. ഞാൻ എൻ്റെ കട്ട് ചെയ്ത് കളയാം. എന്താ കട്ട് ചെയ്ത്. ഇനിയിപ്പോൾ അതിനെ നോക്കുകയോ വേണ്ട, അതവിടെ ഇരുന്നോളും. പിന്നെ നമ്മൾ നെഗറ്റീവ് ഇതിനകത്തൂടെ വന്നിട്ട് ഇത് ഇച്ചിരി എന്നാ പറയുന്നത്, ഇച്ചിരി കൂടുതലാണ്. അത് നമുക്ക് ഇച്ചിരി കളഞ്ഞു. ഇനി നെഗറ്റീവ് എടുത്തിട്ട് ഇതിനകത്തൂടെയാണ് ശരിക്കും ഇത് സോൾഡർ ചെയ്തിട്ട് ഒന്നിച്ച് ഞെക്കുക ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ ചെയ്തേക്കാം. ലെഡ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി ആ കയ്യിലാണ്. ഓക്കെ, ഇവിടെ ഒരു തുളയുണ്ട്. ആ തുളയ്ക്കകത്തോടെ ഇങ്ങനെ കയറ്റണം. ഇങ്ങനെ കയറ്റി കഴിയുമ്പോൾ ഇതിങ്ങനെ വരും. ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളൊരു പ്ലെയർ എടുക്കണം. ഒരു നോസ് പ്ലെയർ ഇഞ്ഞെടുത്ത് ഈ സാധനം ഇങ്ങനെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇപ്പം ഇത് ഈ സാധനമൊക്കെ ഇപ്പം കിട്ടാനില്ല. ഇത് ഒറിജിനൽ കോപ്പർ ടൈപ്പ് സാധനമാണ്. ഈ സാധാരണ നമ്മുടെ എ വി കോഡിനൊക്കെ ഇപ്പോൾ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു എന്നാ പറയുന്നത്, ഒരു അലുമിനിയം ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ ഒഴിച്ചിരിക്കുകയും കണ്ട ഒരു അലുമിനിയം സാധനം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മണ്ടയിൽ കൂടെ ഒഴിച്ചിട്ട് ഉള്ള പരിപാടിയാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ പണ്ടത്തെ കോപ്പർ പിന്നാണ്. ഒരു കാലത്തും ഇത് പോകത്തില്ല. പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റൽ രീതിയിലാണിത്. നമ്മളിപ്പോൾ പിടിച്ചു അവിടെയല്ലേ ഇവിടെ മണ്ടല. ഓക്കെ, ആ ലഡ് കൂട്ടി ഫ്ലെക്സ് കൂട്ടിയിട്ടാൽ അയാൾ പിടിക്കും. എന്താ ഓക്കെ, നല്ലപോലെ പിടിച്ചു കണ്ടല്ലോ. അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഇച്ചിരി ചൂട് കാണുമ്പം ഇനിയിപ്പോൾ നമുക്ക് അതിന് മുമ്പൊന്ന് പാടിച്ചു നോക്കാം. പാടിച്ചു നോക്കി കഴിഞ്ഞൊരു നമ്മുടെ ഒരു 18ാമത്തെ പരിപാടിയുണ്ട്. ഞാനിപ്പോൾ ഇത് കറക്റ്റാണോ കണക്ഷൻ കിട്ടിയോ എന്ന് നോക്കുക. അത്ര വലിയ ചൂടൊന്നും.
ഇവിടെ നല്ല സോൾഡറിങ് പിടിച്ചു. ഇതിങ്ങനെ അടയ്ക്കാൻ പോവാം. അടയ്ക്കുന്നതിന് മുമ്പ് ഒരു പരിപാടി, പണ്ടൊക്കെ ഞങ്ങൾ ഇടുന്നത് സൂപ്പർ ഗ്ലൂ ആണ് ഇട്ട് പിടിക്കുക. സൂപ്പർ ഗ്ലൂ എന്ന് പറഞ്ഞൊരു പശയുണ്ട്. അതിന് വരെ നമ്മൾ ഗ്ലൂ ഗണ്ണിൻ്റെ പശ അങ്ങോട്ട് ഇച്ചിരി ഇട്ടിട്ട് ഇതിപ്പോൾ തുറക്കണം എന്നുണ്ടോ തുറക്കുകയും ചെയ്യാം. ഈ ആവശ്യമില്ലാതെ വയറ് വലിഞ്ഞ് പോകത്തുമില്ല. ഒരു കാലത്ത് ഈ പിന്നിനൊരു കംപ്ലൈൻറ്റ് വരത്തില്ല. ഇത് നമ്മളങ്ങോട്ട് മുറിക്കിയാൽ മതി. ഇത് സീരിയോ ഇത് മോണോയോ മനസ്സിലായില്ലേ? അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ലെവൽ ശരിയാകില്ല. ദൂരെ അങ്ങോട്ട് പിടിപ്പിച്ചേക്കാന്ന്. ഇപ്പം അതിനൊരു കേസില്ലല്ലോ. ഒരു പാത്രം എടുത്ത് വേറൊരു പാത്രം എടുത്ത് ഇതിൻ്റെ സ്ക്രൂ എല്ലാം കൂടെ ഷീൽഡ് എടുത്തോ. ഷീൽഡ് അല്ല, പമ്പ് എടുത്തോ. പുതിയ പമ്പ് മേടിച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ പമ്പുണ്ട്. ഇങ്ങനെ എടുത്തോ.
പമ്പുണ്ട് ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് പമ്പ് വെച്ച് ഞാൻ നോക്കുക. ഒരാളുപ്പുണ്ട്, അതൊന്ന് പിടിച്ച് തരുവാണ് ഈസിയായിട്ട് പോയി. പമ്പ് നല്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കുറ്റിയായിട്ടൊക്കെ നീണ്ട എല്ലോറ്റി പറിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പമ്പ് നല്ലതാണ്. ഷീൽഡിനേക്കാളും അന്നേരം നല്ല പമ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഊരിപ്പോരുവേ, എന്നിട്ട് നമുക്ക് ആ സാധനം ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ 3 വയർ നമുക്ക് കൊടുക്കണം നീട്ടി, ഇങ്ങനെയല്ല നമ്മൾ പിടിപ്പിച്ചിരുന്നത്. അപ്പോൾ 3 വയർ ഇതെന്ന് തന്നെ എടുക്കാം. അത് കറക്റ്റ് 4 വയറാണ് ഇതല്ലേ, നമുക്ക് 3 വയർ മതി. മൈക്കിൻ്റെ അങ്ങോട്ടാകുമ്പോൾ അധികം നീളമൊന്നും വേണ്ട. കട്ടർ ഷീൽഡർ രണ്ടും എടുത്തു. അത് മറ്റേ ട്രിമ്മർ പച്ച ഇവിടം വരെ നീളമുണ്ടോ? ഇവിടെയല്ലേ വെക്കുന്നത്. ഇത് ഇവിടെ വെച്ച് കഴിയുമ്പോൾ ഇത്ര നീളം മതി, ചെറിയ നീളം മതി അല്ലേ? എൻ്റെ ഇവിടം വരെ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും പിടിക്കുക അല്ലേ? ഇത് മതി, അത് കൊള്ളട്ടുമല്ല, ആവശ്യമില്ല. സ്ക്രൂവിന് ചെയ്താൽ മതി. ഇത് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ, നടക്കത്തില്ല. ബോർഡിൽ അത് പിടിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. സമയം നോക്കിക്കോണേ. മുമ്പ് കണ്ടോ ഇതിനത്ര ലൈനാണ് ഷോട്ടിങ് കാണിക്കുന്നു. നമ്മുടെ മറ്റേ സാധനം എന്ത്, നമ്മുടെ സിംഗിൾ അപ്പോൾ നമ്മൾ അവനെ പറിച്ച് ഇങ്ങോട്ട് ഇടുകയാണ്. പിന്നെ ലൂസോ ഇനി പിടിച്ചേ, നല്ലപോലെ പിടിച്ചോ തള്ളിക്കോ എന്ന് മതി. രണ്ട് ആവശ്യത്തിന് വീഴുന്നിടം വരെ തള്ളി കൊടുക്കുക. ഇനി ഇത് തള്ളിക്കോ. ഓക്കെ ശരി, 2 ഉള്ളേ, 1 ഡമ്മി. ഓക്കെ, സംഭവം അടിപൊളിയായി. ഓക്കെ, പുതിയതായി കുത്തിയാമെന്ന് വെച്ചാൽ കറക്റ്റ്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അതിൻ്റെ കണക്ഷനും കൂടെ എടുക്കാം. നമ്മൾ വയർ കട്ട് ചെയ്തായിരുന്നല്ലോ, ഇന്ത്യ കട്ട് ചെയ്ത വയർ 3. ഇവിടെ നമുക്ക് ഇവിടുന്നല്ലേ നമ്മൾ പുറത്ത് ഊരിയെടുത്ത് വിടുന്ന. ഓക്കെ, ഇതിന് ഊരിയെടുക്കുമ്പോൾ അപ്പോൾ ഇവിടെ താഴെ പോക്കാണ്.
പിന്നെ ഇവിടെ ഒരു റെസിസ്റ്ററുണ്ട്. അതിന് റെസിസ്റ്റർ ഇല്ല അവിടെ, ഡമ്മിയാണ്. അല്ല, ഇവിടെ ഉണ്ട്. കട്ട് ചെയ്ത് കളയണം. ഇതുണ്ട്, ഈ റെസിസ്റ്റർ കട്ട് ചെയ്ത് കളയണം. അതിപ്പോൾ എർത്ത് ഇവിടെ അകത്ത്. ഓക്കെ, അത് കൈയോടെ തന്നെ എനിക്ക് ചെയ്തേക്കാം, മാറിപ്പോയിരിക്കാം. ഇപ്പം ഇങ്ങനെയാണല്ലോ നമ്മുടെ ഈ സാധനം. നമ്മളെങ്ങനെയായിരുന്നു ഫിറ്റ് ചെയ്തിരുന്നത്? പുറത്തേക്കല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരുന്നത്, ഇങ്ങനെ അല്ലേ. അപ്പം ആദ്യത്തെ എർത്ത് നമ്മൾ എർത്ത് രണ്ടും ഒന്നാണ്. മറ്റേ രണ്ടും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നോ പ്രോബ്ലം, അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഒറ്റ ടൈപ്പേ ഉള്ളൂ. ഇതാണ്ട് ഇതേരും ഇതേരും രണ്ട് പിന്നെ ഉള്ളൂ. ഇതേരും പ്രശ്നം നമ്മൾ പറിച്ചു കളഞ്ഞ് ഇതും ഇതും ചേർത്ത് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഇന്നർ കയറ്റിയാണ്. ഇന്നർ കയറ്റി കൊടുക്കേണ്ട ഔട്ടറിൽ തന്നെ കൊടുത്താൽ മതി. രണ്ടും ഒന്ന് തന്നെയാണ്. നോക്കട്ടെ, ഔട്ടറിൽ തന്നെ കൊടുത്താൽ മതി. മറ്റേ രണ്ടും ഒന്നിച്ച് തോന്നിയ ശേഷം എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ലെഫ്റ്റ് റൈറ്റ് ഒന്നുമില്ല. ലഡ്ഡു വെച്ചു. ഫ്ലക്സ് കൂട്ടി, എപ്പോഴും ലഡ്ഡു വെക്കും, ഫ്ലക്സ് കൂട്ടി വെക്കണം, എന്നാലേ നല്ലൊരു പിടിക്കുകയുള്ളൂ. വെച്ചോ. വെച്ചോ 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 വെച്ചോ. ഇവിടെ 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 ഇവിടെ. ഓക്കെ, മതി മതി. കാരണം അത്ര നേരമൊന്നും അതിനവിടെ വെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ബ്ലഡ് ചെയ്ത് മാറ്റണം. കാരണം ഞാൻ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു. പെട്ടെന്ന് കൊണ്ടുപോകാം, അതിന് കൊണ്ടുപോകാം. ഒറ്റ അവിടെ വെച്ചു, ഞാൻ വെച്ചോളാം. വെച്ചോ. ഓക്കെ, ഒന്നുകൂടെ. ഓക്കെ, മതി മതി മതി. ഞാൻ മടക്കി വിട്ടു. ഇനി എർത്ത് ഇവിടെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൊടുത്തോ. ബ്ലഡ് കൊണ്ടുവന്നോ. വെച്ചോ, അങ്ങോട്ട് മുട്ടിച്ച് ഞാൻ എടുത്തോളാം. ഓക്കെ മതി. ഇനിയിപ്പോൾ എല്ലാം തുടയ്ക്കണം. വേസ്റ്റ് എടുത്തു. ഇവിടത്തേൽ നല്ലപോലെ ഫ്ലക്സ് ഉണ്ട്. അയ്യോ, പണി കിട്ടുമോ? കവറിടാം ആദ്യം. അതിന് മുമ്പ് മൈക്കൊന്ന് കുത്തി നോക്കിയേക്കാം. X mode. ഹലോ. എവിടെ എൻ്റെ മൂടെങ്ങനെ വരും? ഹലോ. ആരാന്ന് നോക്കി. ഒരു സാധാരണ ഒരു ചെറിയ സ്ക്രൂ ഇങ്ങനത്തെ ഇച്ചിരി ലൂസാണ്. പെട്ടി ഇങ്ങോട്ട് ഞാൻ എടുത്തോളാം. ഇതിപ്പോൾ നമ്മൾ ഇത് കണ്ട് ഇതിൻ്റെ സോക്കറ്റ് ഊരി കളഞ്ഞു. ഇത് നമ്മുടെ സോക്കറ്റ്, ഈ ബോർഡിൻ്റെ സോക്കറ്റ് പിടിപ്പിച്ചു.
ഒറിജിനലായിട്ട് തന്നെ പിടിപ്പിച്ചു, അതേ സ്ഥലത്ത് തന്നെ പിടിപ്പിച്ചു. അപ്പോൾ പിന്നെ ഒറിജിനാലിറ്റി കുറവൊന്നും വരികയില്ല. അത് മുറുക്കി ഇതിപ്പോൾ തള്ളിയാലും ഇനി പോരത്തില്ല, ടൈറ്റായി. എന്നാലും ഞാനൊരു ഈ സൈഡിൽ ഇതിന് ഇച്ചിരി വലിപ്പം കുറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ ഒരു സാധനം വെക്കുകയാണ്. അതെന്നാന്ന് ചോദിച്ചാൽ ട്രാൻസിസ്റ്റർ, ഒരു തട പോലെ ഞാനൊരു ട്രാൻസിസ്റ്റർ അവിടെ വെക്കുകയാണ്. കാല് ഞുറുക്കി കളഞ്ഞ കേട്ടോ, അതൊക്കെ നമ്മുടെ ഒരു ബുദ്ധി എന്നുള്ളതേ ഉള്ളൂ. ഒരു ട്രാൻസിസ്റ്റർ വെച്ച് അവിടെ നല്ലപോലെ സ്ക്രൂ ചെയ്തു. വർക്കിംഗ് അല്ല കേട്ടോ, ആ പോയ ട്രാൻസിസ്റ്റർ, പോയ ട്രാൻസിസ്റ്റർ എന്താ ഒരു തടയായി. ഇനിയിപ്പോൾ മൈക്ക് കുത്താൻ നോ പ്രോബ്ലം, ഈസി ആയിട്ട് കുത്തുകയും ചെയ്യാം, ഈസി ആയിട്ട് ഊരുകയും ചെയ്യാം. ഓക്കെ, ഇത് വേണ്ട കറക്റ്റ് ഈ സ്ക്രൂവും മുറുകി ഇവിടെ മുറുകി. ഇത് ചെറുതായി പോയതുകൊണ്ട് ഇത് ഈ വാഷറിനകത്ത് ഇതേ ലോക്കാവും. ഇവിടെ വാഷറിനകത്ത് ലോക്കാകാത്ത ഞാൻ ട്രാൻസിസ്റ്റർ വെച്ച് സ്ക്രൂ ചെയ്തു, ഒറിജിനാലിറ്റി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലൊന്നുമില്ല. ഇനി ഈ സാധനം ഇവിടെ വെച്ചു, ഡയറക്റ്റ് കൊടുത്തു, ഓക്സ് ഇൻസുലേഷൻ്റെ പിക്ചർ കഴിഞ്ഞു വെച്ചാൽ ഇതങ്ങ് മാറ്റിയത്. നമുക്കൊന്ന് രണ്ട് പിന്നെ ഈ സാധനം ഇത് നമുക്ക് ഈ വയർ ഇത്ര നീളം വേണ്ട, നീളം കുറയ്ക്കാൻ പോവാണ് വയറിൻ്റെ. നമ്മളിത് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന കേസിനെ കുറിച്ച് ആലോചിച്ച് ഇവിടെ ഒറിജിനലായിട്ട് തന്നെ ഇത് ഫിക്സ് ചെയ്തു. ഇത് അപ്പോൾ അത് അവിടുന്ന് ഇവിടം വരെയുള്ള നീളം മതി, മാക്സിമം ഇത്ര നീളം മതി, ഇത്ര കട്ടിക്ക് വേണം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഇത്ര ഇരുന്നോട്ടെ, ഇവിടെ ഇരുന്നോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റണമല്ലോ. അപ്പം നമ്മളിത് ആദ്യം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കളറ് മാറിപ്പോകാതെ ആ ലൈൻ അതേപടി വരണം. അന്നേരം നോക്കി ചെയ്തെങ്കിൽ ഇപ്പം മാറിപ്പോകാമല്ലോ. പിന്നെ സ്റ്റിപ്പർ വേണം, സ്റ്റിപ്പർ ഇവിടെ ഉണ്ട്, സ്റ്റിപ്പർ നല്ലൊരു സ്റ്റിപ്പറാണ്. അപ്പോൾ ഇത് 4 ലൈനാണ് വരുന്നത് ഇത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറിക്കാം. ആദ്യം ഇരിക്കുന്നത് ഞാനാണ് വേണ്ടത്. ഇവിടെ ഗ്ലൂ ഗണ്ണും കുത്തി വെച്ചാൽ അതിന് ഊരി കിടക്കുമായിരുന്നു, താഴെ പോയി. ഇനി എടുത്തു, ഇത് നീലയിൽ തുടങ്ങാണ്. നീല ഫസ്റ്റ് കടും നീലയാണ്. പിന്നെ വയലറ്റ്, കടുന്നീല, ഫ്ലക്സ്, എല്ലാവരെയും കൂടെ ഒന്നിച്ച് ഫ്ലക്സൊക്കെ അടിച്ച് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് വയ്ക്കാം. പിന്നെ ഓരോരുത്തരും എടുക്കുമ്പോൾ വേണ്ട. 4 പേരെ നമ്മൾ ലെഡ് ചെയ്യാൻ പോവാണ്. ലെഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിനാൽ ഒരേ ലൈനിൽ തന്നെ കൊടുക്കുന്നതുകൊണ്ട് ആദ്യത്തെ ഇത് വന്നു കഴിഞ്ഞാൽ ഫോൺ തെറ്റിയല്ലേ, കാരണം അതിൻ്റെ ഒരു ഓർഡറിൽ തന്നെ ഇത് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തത് വയലറ്റ്. ഗ്ലൂ ഗൺ ഓണാക്കി ഇട്ടിട്ടില്ലേ, കുത്തിയാൽ ഒരു പറഞ്ഞാൽ ഇത് കൂട്ടിമുട്ടായിരിക്കാൻ വേണ്ടി മുട്ടുകയില്ല, എന്നാലും നമ്മളുടെ ഒരു സന്തോഷത്തിന് ചില ഗമ്മിടുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം. അതങ്ങനെയൊന്നും പറഞ്ഞ് പോരുകയില്ല എന്നൊരു തോന്നൽ, വേറെ തോന്നൽ മാത്രം, അതും പറയും, എല്ലാം പറയും. അപ്പം 4 ലൈനും കൊടുത്തു. ഇത് ഒറിജിനലായിട്ട് തന്നെ ഒരു തുളയും ഇടാതെ, യാതൊരു തുളയും ഇടാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് 1 2 3 4 ചെയ്തു.
ഇതിൻ്റെ ലൈനെല്ലാം അതേപടി ഒരു തുളയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വിടാതെ നല്ല ക്ലിയറായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പെൻഡ്രൈവും ഇതുമൊക്കെ ഒരു ഇതുമില്ലാതെ പണ്ടത്തെ സെറ്റ് എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ ഇരിക്കും. പവർ മാത്രം സെറ്റിന് ഇച്ചിരി കൂടുതലായിരിക്കും എന്ന് മാത്രം, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഫങ്ഷനെല്ലാം അതേപോലെ തന്നെ ബ്ലൂടൂത്തും മൈക്കും പെൻഡ്രൈവും റേഡിയോയും എല്ലാം ഉണ്ട്, ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ബോർഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറായി ട്രാൻസിസ്റ്റർ ഒന്നും കുത്തിപ്പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇതൊരു പേട്ട് ട്രാൻസിസ്റ്റർ ഇട്ടുള്ളൊരു സെറ്റായിരുന്നു, ഭയങ്കര വിലയുമായിരുന്നു ഈ സാധനത്തിന്. ഇത് ഞാൻ വിറ്റിട്ടുള്ള കുറേ വിറ്റിട്ടുള്ള ഭയങ്കര വിലയായിരുന്നു. കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബോർഡ് അങ്ങോട്ട് ക്ലാവ് കയറിയിട്ട് ഈ ട്രാൻസിസ്റ്റർ ഒന്നും നിൽക്കത്തുമില്ല. പിന്നെ എലി കയറി കട്ട് ചെയ്തതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ പറയേണ്ട കാര്യമില്ല. പിന്നെ ചില ആൾക്കാർ പണിയും കൂടെ ചെയ്യുമ്പോൾ പൂർത്തിയായല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വിധത്തിലല്ല ഒരു വിധത്തിൽ നശിപ്പിച്ചെടുത്ത ഒരു സെറ്റാണിത്. അതിന് നല്ല അടിപൊളിയാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ താഴെ സെയിൽസ് നല്ല തിരക്കായതുകൊണ്ട് സെയിൽസിലാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ ക്യാമറ മേളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ സെയിൽസിലെല്ലാവരും പോയിരിക്കുകയാണ്, സെയിൽസിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ പഴയ കണ്ടീഷനിൽ തന്നെ അതേ സ്ഥലത്ത് തന്നെ പെൻഡ്രൈവും അതേ സ്ഥലത്ത് തന്നെ മെമ്മറി കാർഡും അതേ സ്ഥലത്ത് തന്നെ ഡിസ്പ്ലേയും എല്ലാ സാധനവും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീക്കറിൻ്റെ താഴെ കുത്തുന്ന ആ പിന്ന് ഞാൻ മാറ്റി മേളിലാക്കി എന്നുള്ളൂ. ആ പിന്നോടെ ആരോ വിഴുങ്ങി, കിട്ടാനില്ല, സാധനം പോയി. അതൊരു ചതുരത്തിലുള്ള ഒരു വെറൈറ്റി പിന്നായിരുന്നു, അത് ആരോ കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ മറ്റേ RF പിന്നൊരെണ്ണം മിച്ചം നിർത്തയിൽ ഔട്ട് കൊടുത്തിട്ട് അതിലോട്ടാണ് ഇതിൻ്റെ ഔട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ചെയ്തതൊക്കെ ഒരു ഇച്ചിരിച്ച ഗണ്ണിട്ട് വിട്ടാൽ നല്ല വൃത്തിയായിട്ട് തുരുമ്പൊന്നും എടുക്കാതെ നല്ല അവിടെ ഇരുന്നോളും. മനസ്സിലായില്ലേ? ചിലവാ, എന്നാലും നമ്മൾ ചെയ്തിടുന്ന ഒരു വർക്കല്ലേ. ഞാനെല്ലാത്തിനും ഇപ്പം വലിയ കമ്പനിക്കാരൊക്കെ ഇങ്ങനെ വിടാറുണ്ട്. അവരുടെ സാംസങ് ഒക്കെ ബോർഡ് ഫുള്ള് വിട്ടിട്ടുണ്ട്. അതിൻ്റെ മെയിൻ IC-കളൊക്കെ ഇടുന്നിടത്ത് എല്ലാം സാംസങ് ഇട്ടിട്ടുണ്ട്. ഈ വാഷിംഗ് മെഷീൻ ഞാൻ ഫുള്ള് ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല സൈസ് ഗമ്മുകൾ ഇങ്ങനെ ഇടുന്ന കണ്ടിട്ടുണ്ട്. എന്നാണെങ്കിലും എൻ്റെ കയ്യിലുള്ള നമുക്കിവിടെ ഈസി ആയിട്ട് മേടിക്കാൻ കിട്ടുന്ന സാധനം തന്നെയാണ് നമ്മളിടുന്നത്. എന്നാലും നമ്മുടെ വർക്ക് കഴിഞ്ഞു. നമ്മൾ മൈക്ക് റെഡിയായി. ഇത് ക്ലീൻ ചെയ്ത് വെറുതെ ഇങ്ങനെ ചൊട്ടിച്ചാൽ കാര്യം കഴിഞ്ഞു. ട്രാൻസ്ഫോമർ പവർ സപ്ലൈ തന്നെ നമുക്ക് 2 ഔട്ട്പുട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ഔട്ട്പുട്ടും ഉണ്ട്, ഒരു 18 വോൾട്ടിൻ്റെ ഔട്ട്പുട്ടും ഉണ്ട്. 18 നമ്മളെടുത്ത് ആംപ്ലിഫയറിനും മറ്റേത് 5 വോൾട്ടും കൊടുത്തു. അതിൻ്റെ സപ്ലൈയും അതിൻ്റെ ഔട്ട്പുട്ടും ഈ രണ്ട് സാധനം ഇവിടെ വരേണ്ട കാര്യമുള്ളൂ. അത് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരുത്തി അകത്തൂടെ ഇട്ട് ഫ്രണ്ടിൽ കൂടെ വരുത്തണം. പിന്നെ നമുക്ക് ഇതിനകത്തെ സ്പീക്കർ, ഈ സെറ്റിൻ്റെ അകത്തെ സ്പീക്കർ കണക്ട് ചെയ്താൽ ഓക്സിനും കൂടെ ലൈനിനും കൂടെ ഇവിടെ ഒരു 2 ലൈൻ വലിച്ചു കൊടുത്താൽ കയറി പശ ഇടുകയും ചെയ്തു. ലൈനിന് ഒന്ന് ഓക്കെ. ഇത് നല്ല പെൻഡ്രൈവ് അതേപടി ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ അതേ സ്ഥലത്ത് ഒരു കുഞ്ഞു തുള പോലും ഇടാതെ USB ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനലായിട്ട് എങ്ങനെ വരുന്നോ അങ്ങനെ തന്നെ കിട്ടുന്ന പോലെ ആക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും ഒറിജിനാലിറ്റി പറ്റിയില്ല. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ അത് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ക്ലാസ് D ആംപ്ലിഫയർ, പിന്നെ അതിൻ്റെ വയറിങ്, ഔട്ട്പുട്ട് സ്പീക്കറിൻ്റെ ഈ സോക്കറ്റായിരുന്നു. അത് മുഴുവൻ വലിച്ചു പറിച്ച് ആ സോക്കറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലാക്കിയായിരുന്നു. അത് നമ്മൾ ഇതാണ് അതിൻ്റെ ബാക്ക്. FM ആൻറ്റിന എന്ന് പറഞ്ഞെടുത്ത് ഞാൻ സ്പീക്കർ കൊടുത്തു. സ്പീക്കറിൻ്റെ ലൈന് വേണേൽ FM ആൻറ്റിന കൊടുക്കാം.
ചുമ്മാ ഒരു വയറിട്ടാലും മതിയല്ലോ. ഇതാണ് ആ സാധനം. നല്ല കുട്ടപ്പനായിട്ട് എല്ലാം എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും, ഒരു വ്യത്യാസവും. ഡിസ്പ്ലേ അത് എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ തെളിയും. ഇത് ഫിക്സായി വരുന്നുള്ളൂ, അതുകൊണ്ടൊന്ന് നേരെ വെച്ചോട്ടെ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷായി. ഇനി മുറിക്കാൻ മതി. ഒരു തുള പോലും ഇല്ലാതെ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ഡാമേജും ഇല്ല. അപ്പോൾ ഞാൻ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഫൈനൽ. ഇതിൻ്റെ ഫ്രണ്ട് ഇതാ, ഇങ്ങോട്ടൊരു തുളയുണ്ട്. ആ തുള വഴി നമുക്ക് ഇതിലെ ഇട്ട് 2 സപ്ലൈ എടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഹലോ, ആ അപ്പം നമുക്കിവിടെ ഹീറ്റ് സിങ്ക് ഒന്നും വിഷയമല്ല. ഇത് കണ്ടല്ലോ, ഈ സാധനം നമുക്ക് 2 വയറ് ഫ്രണ്ടിലേക്ക് ഇതുപോലെ വന്നാൽ മതി. വന്ന് കാണിച്ചേ. ഇനി നമുക്ക് ഈ സ്പീക്കറും കൂടെ കൊടുക്കണം. അപ്പം നമ്മൾ ഒരു സ്പീക്കർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് ഒരു സ്പീക്കറും കൂടെ കൊടുക്കണം. 3 വേ സ്പീക്കറാണ്. സൈഡിലൊരു ഊഫർ, 2 ഫ്രണ്ടിൽ. അപ്പോൾ അതും കൂടെ കൊടുത്ത് മുറുക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ബോർഡിലെ ഫിക്സിങ് എല്ലാം റെഡിയാവുള്ളൂ. പിന്നെ നമുക്ക് ഈ പവർ സപ്ലൈയുടെ ഈ ഭാഗമൊക്കെ നമ്മളൊരു ഇച്ചിരി ക്ലാവൊന്നും പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇതൊന്നും പിന്നെ ഷോർട്ടിങ് ഒന്നും വരികയില്ല, ക്ലാവും പിടിക്കില്ല, എക്സ്ട്രാ പ്രൊട്ടക്ഷനുമാണ്. പിന്നെ ഞാനത് അപ്പോൾ എനിക്ക് ഫ്ലെക്സും ലെഡും വേണം. ഫ്ലെക്സ് കിട്ടി, ലെഡും കിട്ടി. അപ്പോൾ ഞാൻ ഇതിൻ്റെ 2 ഔട്ട്പുട്ട് ഇതിനകത്തു നിന്ന് ഇട്ടിരിക്കുന്നത് കണ്ടോ, 2 ആ 2 ഞാൻ ലെഡ് ചെയ്ത് ഇടുകയാണ്. മറ്റേ കോപ്പറാന്ന് പറഞ്ഞാലും കുറേ കഴിയുമ്പോൾ ഈ കോപ്പറിന് ക്ലാവ് പിടിക്കുന്നൊരു കുഴപ്പമുണ്ട്. ലെഡിന് അങ്ങനെ ക്ലാവ് പിടിക്കില്ല. അതാണല്ലോ ലെഡിനെ അടിപൊളിയാക്കുന്ന ഇലക്ട്രോണിക്സ്. അപ്പം അവിടെ ഇട്ടു. ഇനിയിപ്പോൾ ഒറ്റ സ്പീക്കറൂടെ കണക്ട് ചെയ്യാനുള്ളൂ. ഗുളുകം ഇട്ടിരിക്കുക, അതൊന്ന് ഉറച്ചോട്ടെ. അതിന് മുമ്പ് ഫ്രണ്ടിലേക്ക് ഇത് കണ്ടോ, ഒരു 5 വോൾട്ട് സപ്ലൈയും പിന്നെ നമ്മുടെ ബോർഡിൽ നിന്ന് ഇതിലേക്ക് വരുന്ന ഇൻപുട്ടും. ഇത് രണ്ടും ഇവിടെ ഒരു കുഞ്ഞു തുളയുണ്ട് കണ്ടോ, നോക്കി ഇവിടെ കാണിച്ച്. ഈ തുളയ്ക്കകത്തൂടെ ഫ്രണ്ടിലേക്ക് ഇടും. ഓക്കെ, അത് കൊണ്ടുവന്ന് ഇതാണ്ട് ബോർഡ് മിസ്റ്റർ ലൈറ്റിൻ്റെ ബോർഡ് അതേപടി. ഇത് കണ്ടോ, ഒറിജിനൽ മാറി നിൽക്കല്ലേ. ഇത് പെൻ ഡ്രൈവ്, ഇതതിൻ്റെ ബോർഡ്, ഇത് നമ്മുടെ മൈക്കൊക്കെ ആ ഒറിജിനലിലെ തന്നെ പിടിപ്പിച്ചെടുത്തു. ഇതൊക്കെ ഒന്നും പറയല. ഉണ്ടോ, ഒരു തുള ഇട്ടിട്ടില്ല, ഒരു കുഞ്ഞു തുള പോലും ഞാൻ ഇട്ടിട്ടില്ല. അതേ സ്ക്രൂ എല്ലാ സാധനവും അതേപടി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇതിന് ഇടയുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഒന്നും വെട്ടിക്കൂട്ടേണ്ട കേസില്ല. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടും എടുത്തു, അതിൻ്റെ സപ്ലൈയും കൊടുത്തു. വെറുതെ ഇങ്ങനെ കയറ്റി വിട്ടാൽ മതി. ഇനിയിപ്പോൾ എയർ തള്ളുമെന്നുണ്ടെങ്കിൽ അതിന് വേണേൽ ഗ്ലൂ ഗൺ ഇടാം. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരുവിധം ടൈറ്റാണ്, എയറൊന്നും തള്ളുകയില്ല. പിന്നെ ഈ ഒറ്റ സ്പീക്കർ കണക്ഷൻ കൂടെ കൊടുത്താൽ ഇതിൻ്റെ വർക്ക് തീർന്ന് നമുക്ക് കയറ്റി വിടാം. ഒന്ന് ഉണങ്ങാൻ വെച്ചു, ഉണങ്ങി. ഇനി ഒറ്റ സ്പീക്കർ, ഇതാണ് അതിൻ്റെ സ്പീക്കർ. ഈ ബോർഡിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഈ ബോർഡിൻ്റെ ഒരു സൈഡിൽ പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ബോർഡിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നതാണ് അതിൻ്റെ കറക്റ്റ്. മണ്ടയിൽ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. ചിലപ്പം മാർക്ക് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, നമ്മളത് കാണണ്ട. നമുക്ക് സപ്ലൈ കൊടുത്തോണ്ട് ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയും ബോധവും നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരു വിഷയമേ അല്ല. അത് നല്ലപോലെ സ്ക്രൂ ലൂസ് ചെയ്ത് കയറ്റി വിടണം. കയറ്റി വിട്ട് നല്ലപോലെ ഇത് ടൈറ്റ് ചെയ്യണം. നല്ലപോലെ ടൈറ്റ് ചെയ്തു.
ഇത് നെഗറ്റീവ്, പോസിറ്റീവും കൊടുത്തു. ഞങ്ങൾക്ക് ഒരു 65 ഇഞ്ച് ടി വി കൊണ്ട് ഡെലിവറി ചെയ്യാനുണ്ട്. ഒരു പാലായിലൊരു കസ്റ്റമർക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് നേരത്തെ കൊടുക്കുവാണെങ്കിൽ ഇന്ന് തന്നെ നമുക്കത് ഡെമോയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്, അതിൻ്റെ ഡെമോയ്ക്കും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വർക്ക് പെട്ടെന്ന് നമ്മൾ ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് കാണണ്ടേ സോണിയുടെ ഏറ്റവും പുതിയ മാർക്ക് 2 65 ഇഞ്ചിൻ്റെ ഡെമോൺസ്ട്രേഷൻ. ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? എല്ലാ കാര്യങ്ങളും കയറ്റി ചൂടാകുന്ന സാധനത്തിനെ മാറ്റി നമ്മൾ ചൂടില്ലാത്ത സാധനമാക്കി മാറ്റി. ഇനി എൻ്റെ സ്ക്രൂ എല്ലാം ഇവിടെ ഉണ്ട് കിടപ്പ്, അതെല്ലാം ഇട്ടേക്കാം. ഓരോ സ്ക്രൂ ആയിട്ട് ഇനി എടുത്തിടാം. നമുക്ക് സ്ക്രൂ ഇടുന്നതിന് മുമ്പ് 2 സ്ക്രൂ ഇട്ടിട്ട് നമുക്ക് ഇത് പാടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുൾ സ്ക്രൂ ഇടാം. ഇന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ, പേര് ഞാൻ ഓർക്കുന്നില്ല, പേര് നോക്കി ഞാൻ പറയാം, എനിക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ടൊക്കെ നേരിട്ട് ഇടാനൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് പെൻഡ്രൈവ് കയറ്റാൻ സമയം കിട്ടിയില്ല. ബ്ലൂടൂത്തിൽ ഞാനത് പ്ലേ ചെയ്യാം. അതുപോലെ കുറേ എണ്ണം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്കതെല്ലാം ഒന്ന് സോർട്ട് ചെയ്തെടുത്ത് ഒന്ന് കമ്പ്യൂട്ടറിൽ കയറ്റിയെല്ലാം ഒന്ന് എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നമുക്ക് ഒറിജിനൽ സൗണ്ട് തന്നെ ഇടാൻ പറ്റും. എഡിറ്റ് ചെയ്യാനും പോകണ്ട, എനിക്കും ബുദ്ധിമുട്ടില്ല. എനിക്ക് ഓരോന്നും നോക്കിയിരിക്കണം. ചിലപ്പം തെറ്റിങ്ങാനും കയറി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കോപ്പിറൈറ്റ് അടിക്കും, പിന്നെ എല്ലാം മാറ്റാൻ നടക്കണം. അപ്പം അങ്ങനെയുള്ള പ്രശ്നമെല്ലാം ഉണ്ട്. എന്നാണേലും ഇപ്പം സംഭവം കഴിഞ്ഞു. നമുക്കൊരു
അപ്പോൾ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇതിൻ്റെ പണി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തൊരു ഡി ക്ലാസ്സിന് വെക്കുന്ന ക്ലാസ് ഡിക്ക് വെക്കുന്ന കൂട്ടൊരു പവർ സപ്ലൈ വെക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ബില്ല് ഒത്തിരി കൂടി പോകുന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ ട്രാൻസ്ഫോമർ തന്നെ വെച്ചാണ് നമ്മൾ പണി തീർത്തിരിക്കുന്നത്. ഇതിന് SMPS വെക്കുവാണെങ്കിൽ അടിപൊളിയായിരുന്നേന്, സൂപ്പറായിരുന്നേന്. എന്നാലും ഇത് വലിയ കുഴപ്പമില്ല ട്രാൻസ്ഫോമറിലും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം ഒറിജിനലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മൈക്ക് ചെയ്തിട്ടുണ്ട്, പെൻഡ്രൈവ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ബ്ലൂടൂത്ത് ഉണ്ട്. മൈക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. ഹലോ ഹലോ, മൈക്രോഫോൺ ടെസ്റ്റിംഗ്. ഹലോ. നമുക്ക് ഈ മോഡ് എടുത്തു കഴിഞ്ഞാൽ മൈക്കിന്ന് FM മോഡുണ്ട്, അതുകൂടാതെ AX മോഡുണ്ട്, പിന്നെ നമ്മൾ മൈക്ക് മോഡ്. ഹലോ മൈക്രോഫോൺ ടെസ്റ്റിംഗ്. ഹലോ. അപ്പോൾ മൈക്ക് റെഡിയാണ്. പിന്നെ ഇപ്പം ബ്ലൂടൂത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നിന്ന് ബ്ലൂടൂത്തിന് ഇടാൻ വേണ്ടി കോപ്പിറൈറ്റ് ഇല്ലാത്ത ഒരു പാട്ടൊക്കെ അയച്ചു തന്നു. വളരെ സന്തോഷം. എൻ്റെ കയ്യിലുണ്ട്, എനിക്കത് പെൻഡ്രൈവിലൊക്കെ ഒന്ന് കയറ്റാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണമായിരുന്നു ഞാനത് കയറ്റാൻ. ഞാൻ ആ പാട്ടിടാം. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ ഈ സെറ്റിൻ്റെ വർക്ക് തീർന്നു. നമുക്ക് നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി സമയം കൂടുതൽ വരുന്നതുകൊണ്ടാണ് താമസം വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും വളരെ നന്ദി. നമ്മുടെ ചാനലും തുടർന്ന് കാണുക. ഇനി ഒത്തിരി സെറ്റുകൾ പല വെറൈറ്റി നമ്മുടെ ചെയ്യാനുണ്ട്. അതിൽ ഓരോ ദിവസവും ഓരോ വീഡിയോസ് നമ്മൾ ഇട്ട് തരാം. ഇത് ഇച്ചിരി താമസമായതാണ് ഈ സെറ്റ്. അതുപോലെ എരിയെല്ലാം കയറി കട്ട് ചെയ്യാൻ വേറെ പലരും പണിയാനൊക്കെ ശ്രമിച്ചതായിരുന്നു. പക്ഷേ ഇത്ര ഭംഗിയായിട്ട് ഇത്രയും ക്ലിയറായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിൻ്റെ ഒറിജിനൽ ഒരു ചെറിയ 2 ട്രാൻസിസ്റ്റർ വെച്ചുള്ള ആംപ്ലിഫയർ ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് 100+100 ഒറിജിനൽ. ഇവർ 1500 വാട്ട്സ് എന്നൊക്കെ എഴുതി വെച്ചാലും നമ്മുടെ 2000 വാട്ട്സ് ഉണ്ട്. 100+100 × 10.15 ആണല്ലോ PMPO. അപ്പോൾ അത്രയും 2000 വാട്ട്സുള്ള നല്ല ഇതാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ട്രാൻസ്ഫോമർ ആംപിയർ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ പറഞ്ഞാൽ ഞാൻ അതും കൂടെ മാറ്റി വെച്ച് കൊടുക്കും. അതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ. സോണിയുടെ 65 ഇഞ്ച് കൊണ്ടേ കൊടുക്കാൻ പോവാം. അതുകൊണ്ട് ഇന്നത്തെ പണി ഇവിടെ നിർത്തുക. ഓക്കെ.